അപ്പോൾ എനിക്ക് ചൊർക്കളയൊക്കെ പോകണ്ട കേട്ടോ, നമ്മളെ സേണർ റോട്ടിലൊക്കെ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്തിയത് നമ്മളെ കാര്യമ്പൽ, തളിപ്പറമ്പ് കാര്യമ്പലാട്ടോ ഇത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നമ്മളെ തളിപ്പറമ്പ് ക്ഷേത്രമായി. നമുക്ക് സയ്യിദ് നഗർ ആ വഴി അങ്ങനെ പോവാം. നമ്മളെ ശ്രീകണ്ഠാപുരം പോകുന്ന വഴിയാണ് ചൊർക്കള. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കണ്ണൂർക്കാർക്കെല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും പരമാവധി ഹെൽമെറ്റ് ഇട്ട് തന്നെ വണ്ടി ഓട്ടാൻ നിൽക്കുക. വെറുതെ എന്തിനാ 5000-10,000 ഫൈൻ അടക്കണം. അതൊന്നും എടുത്ത് തലക്ക് പൊത്തല്ലേ വേണ്ടു, ഇല്ലേ കനൊന്നുമില്ലല്ലോ ഒരു ഹെൽമെറ്റ്. ഇവിടെ വചനോടത്തിൽ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാര്യമ്പലം കഴിഞ്ഞു, നമ്മളെ സയ്യിദ് നഗർ, മന്ന സയ്യിദ് നഗർ. നമ്മൾ സയ്യിദ് നഗർ കേട്ടോ, സയ്യിദ് നഗർ. നമുക്ക് അടുത്തോട്ട് പോവാം. അടുത്തോട്ട് പോയിട്ട് കുറച്ച് അങ്ങെത്തിയിട്ട് അങ്ങോട്ട് തെറ്റാനുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ടാഗോർ സ്കൂൾ കേട്ടോ, ടാഗോർ. നമുക്ക് ഇവിടുന്ന് റൈറ്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ബ്ലോക്കാണല്ലോ. ഇതിലേക്ക് പോയാൽ നമുക്ക് നമ്മളെ ഗവൺമെൻറ് ആശുപത്രീൻ്റെ അടുക്ക് എത്തും, അതിലെളുപ്പം. പിന്നെ മറ്റേ മന്നെ പോയാൽ മനക്ക് ബ്ലോക്കെല്ലാം ഉണ്ടാവും, ഇപ്പോൾ ട്രാഫിക്കെല്ലാം ഇപ്പോൾ സ്കൂൾ വിട്ട ടൈമല്ലേ, അപ്പോൾ അന്നേരം നല്ല തിരക്കുണ്ടാവും. നമ്മൾ ഇവിടെ എത്തിയിട്ട് നേരെ കരിമ്പത്തെത്തും കേട്ടോ. ഈ റോട്ടിലെ പോയാൽ നമ്മളെ കരിമ്പം, നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലില്ലേ അടുത്ത കത്തൽ. അവിടെ നിന്ന് പിന്നെ റൈറ്റിലേക്ക് പോയാൽ നേരെ ശ്രീകണ്ഠാപുരം റോഡായി. കയറില്ല കേട്ടോ, കയറില്ല. അപ്പോൾ നമ്മൾ കരിമ്പത്തെത്തിയിട്ടാ. കരിമ്പം ഇവിടുന്ന് അടുത്തോട്ട് പിടിച്ചാൽ നമുക്ക് നേരെ ശ്രീകണ്ഠാപുരം എത്തി. ഇയാൾ ഇന്ത്യക്കെട്ടിട്ടുണ്ട് പോവാതൊക്കെ കേട്ടോ, എന്തോ കഥ. അപ്പോൾ നേരെ ശ്രീകണ്ഠാപുരം റോഡ്, ശ്രീകണ്ഠാപുരം ഇരിട്ടി ആ റോഡാട്ടോ ഇത്. ഇത് അത്യാവശ്യം നല്ല മോശമില്ലാത്ത റോഡാട്ടോ ഇത്, രസമുണ്ട് കാണാൻ.
നമ്മുടെ കുന്നത്തൊരു ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്ന് പോകണം ഒരു ദിവസം. ഈ റൂട്ടിൽ തന്നെ കേട്ടോ, നമ്മളെ ശ്രീകണ്ഠപുരത്തിന് പയ്യാവൂർ പോകുന്ന റൂട്ടിലാണ് നമ്മളെ മുത്തപ്പ ക്ഷേത്രം, കുന്നത്തൂർ. അവിടെ എന്തായാലും ഒരിക്കൽ പോകണം. ഇപ്പോൾ രാത്രിയാണ് പോകേണ്ട അടുത്തേക്ക്. പകൽ പോയിട്ട് മുത്തപ്പനൊന്നും കാണാൻ കഴിയില്ല. ഇരിട്ടി ശ്രീകണ്ഠപുരം ഇരിക്കൂർ. ഇവിടുന്ന് ഞാൻ ക്യാമറ കട്ടാക്കുന്നില്ല കേട്ടോ. നല്ലൊരു ഭംഗിയിലെ സ്ഥലമാണ്. തണലും ചെറിയൊരു എയർപിന്ന് വളവല്ലായിട്ട് നല്ല രസമുള്ള സ്ഥലം അത്. ഈ സർവീസ് സ്റ്റേഷനിൽ എപ്പം തിരക്കാണ്. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ടിങ് ആവും ആ സർവീസ് സ്റ്റേഷൻ. എപ്പോഴും അവിടെ വണ്ടി കഴുകാനുണ്ടാവും. ഞാൻ കുറേ സർവീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ തിരക്കില്ല സർവീസ് സ്റ്റേഷൻ ആദ്യമായിട്ട് കാണാം. എന്താ അറിയില്ല, നല്ലതായി പണിയായോണ്ടായിരിക്കാം, നല്ല നീറ്റായിരിക്കുന്നതുകൊണ്ടായിരിക്കാം, എന്താ അറിയില്ലല്ലോ. കയറി പോവാൻ പറ്റുന്നില്ല ഏട്ടാ. ഏട്ടാ ഇപ്പോഴേ നിർത്തും, നമുക്ക് ഇതിലേ കയറി അങ്ങ് പോവാം. അപ്പോൾ ഞാൻ ഏതായാലും ചൊർക്കളെത്താനായിട്ടാണ്. 1 കിലോമീറ്ററോട് പോയാൽ ചൊർക്കളെത്തി. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. ഒന്നാമത് നമ്മളെ ഹെൽമെറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്നാമത് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീട്ടിലേക്ക് പിന്നെ ക്യാമറയും കൊണ്ട് അവിടെ കയറുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഹെൽമെറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യുക എന്നാൽ ഞാൻ പറയുന്നില്ലോ.
അത് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ക്യാമറ മൈക്കെല്ലാം ഒന്ന് ഊരി വെക്കണം. അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്താൽ ഒരാൾ മുന്നിലേതാ ഹെൽമെറ്റ് ഇടാണ്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളെ ജീവൻ നമുക്കാണ്. ഓക്കെ, അപ്പോൾ എവിടെ സൈഡാക്കട്ടെ, ക്യാമറയിൽ ഉരുവെക്കട്ടെ. ഓക്കെ.